തഹാനി സ്റ്റീൽസ് എടക്കഴിയൂർ ചാവക്കാട്. ആളൂക്കാരൻ ജുവല്ലറി മുതുവട്ടൂർ, ചേറ്റുവ റോഡ് ചാവക്കാട്, ചേറ്റുവ റോഡ് വാടാനപ്പള്ളി, ഒരുമനയൂർ. ദേശീയപാത 66 നിർമ്മാണത്തിന്റെ ഭാഗമായി നടത്തിയ ശാസ്ത്രീയമായ കാന നിർമ്മാണത്തെ തുടർന്ന് കടപ്പുറം വൈലിയിൽ വെള്ളക്കെട്ട്. ഇതോടെ പരിസരത്തെ വീടുകളും സ്കൂളും വെള്ളത്തിലായി. വീട്ടുകാരും വിദ്യാർത്ഥികളും ദുരിതത്തിലായതോടെ സ്ഥലത്തെ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ വാർഡ് മെമ്പർ AR രാജേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കടപ്പുറം വൈലി പടിഞ്ഞാറ് ഭാഗത്തെ വീടുകളാണ് വെള്ളത്താൽ ചുറ്റപ്പെട്ടത്. കനോലി കനാലിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്നതിനായി നിർമ്മിച്ച ശാസ്ത്രീയമായ കാനയാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കനോലി കനാലിലേക്ക് വെള്ളമൊഴുകി പോകുന്നതിനായി കാനയും വലിയ കൽവേർട്ടും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ നിരപ്പിനേക്കാൾ ഉയരത്തിൽ കാന നിർമ്മാണം നടത്തിയതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ കാനയിൽ കെട്ടിനിൽക്കുന്ന അവസ്ഥയിലാണ്. വിദ്യാർത്ഥികളും പ്രായമായവരും രോഗികളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇതോടെ ദുരിതത്തിലായത്. വീടിന് പുറത്തിറങ്ങിയാൽ ഒരാളുടെ അരയ്ക്ക് താഴെയാണ് വെള്ളം. ഈ വെള്ളത്തിലൂടെയാണ് പലരും പുറത്തിറങ്ങുന്നത്. കാന നിർമ്മിക്കുന്നതിന് മുൻപും ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് പതിവാണ്. ഇതുമൂലം മഴ പെയ്യുന്നതിന് വളരെ മുൻപ് തന്നെ ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അധികൃതരോട് വെള്ളം ഒഴുകിപ്പോകുന്നതിൽ നാട്ടുകാർ ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ പരാതിക്ക് ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഇതോടെയാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞുകൊണ്ട് തങ്ങൾ പ്രതിഷേധം അറിയിച്ചതെന്നും കടപ്പുറം പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ AR രാജേഷ് പറഞ്ഞു. ഞങ്ങളുടെ പരിസരവാസികള് കഴിഞ്ഞ 2-3 കൊല്ലങ്ങളായിട്ട് ഈ NH66 അതിന്റെ പണിയുമായിട്ട് ഞങ്ങളുടെ ഒരു വിഭാഗം ആൾക്കാർ വളരെ വിഷമത്തിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഞങ്ങൾ ഈ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഉള്ള 2-3 വീടുകൾ, ഒപ്പം ഈ NHന് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു 3-4 വീടുകൾ, ഈ 3-4 വീടുകളും ഇപ്പുറത്തുള്ള വീടുകളും വളരെ ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിലാണ് ഈ കഴിഞ്ഞ 4 വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴവെള്ളം ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള ഈ വീടുകളുടെ മുറ്റത്ത് മുഴുവൻ വെള്ളക്കെട്ടാണ്. ആ വെള്ളക്കെട്ട് പരിഹരിക്കാനായിട്ട് NHന്റെ ആൾക്കാർ അശാസ്ത്രീയമായ രീതിയിൽ ഒരു വലിയ കാനം എടുത്തു. പക്ഷെ നിർഭാഗ്യവശാല് ആ കാന പൊന്തി നിന്നു. തൊട്ട് താഴെ നിൽക്കുന്ന ഒരു തോട് നിറഞ്ഞിട്ട് വേണം വെള്ളം അങ്ങോട്ട് പോകാൻ ഈ കാന വഴി. പക്ഷെ ആ തോട് താഴെ നിൽക്കുകയാണ്. തോട് താഴെയും കാന മേലെയായപ്പോ ആ അശാസ്ത്രീയമായ രീതിയിൽ പണിതിന് ശേഷം അവിടേക്ക് വെള്ളം പോകുന്നില്ല. ബദലായിട്ട് മറ്റൊരു ചെറിയ ഒരു ഓവ് NH പണിതു. പക്ഷെ അതും ഇതേപോലെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള വെള്ളം ഉൾക്കൊള്ളാതെ കിഴക്കോട്ടുള്ള പുഴയിലേക്ക് പോകാതെ ഈ പരിസരവാസികൾ വളരെയധികം ബുദ്ധിമുട്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടില് 3 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തൊട്ടപ്പുറത്തുള്ള ഫാമിലി അവര് വീട് ഒഴിഞ്ഞു പോകാൻ പോകുന്നു. എല്ലാ കൊല്ലം സ്ഥിരമായിട്ടുള്ള ഒരു ഏർപ്പാടായി മാറി. പലതവണ നിരവധി തവണ നമ്മൾ NHുമായിട്ട് പരാതിപ്പെട്ടെങ്കിലും അവര് അതിന് വ്യക്തമായ രീതിയിലുള്ള ഉൾക്കൊള്ളാതെ അത് റിജക്ട് ചെയ്യാണ് ഞങ്ങളുടെ പരാതികൾ. ഒപ്പം തന്നെ ഈ ഭാഗത്ത് വാട്ടർ ലൈനിന്റെ കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കും വെള്ളമില്ല. ഓപ്പോസിറ്റ് നേരത്തെ പറഞ്ഞ ഈ റോഡിന് കിഴക്ക് സൈഡിലുള്ള 3-4 വീടുകളിലേക്കും കുടിവെള്ളം അതിന്റെ പൈപ്പും പൊട്ടിക്കെടുക്കുകയാണ്. എല്ലാം ഒരു അശാസ്ത്രീയമായ രീതിയിലാണ് ഇവര് NHന്റെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റോഡ് വികസനം വേണം, പക്ഷെ അത് മറ്റുള്ളവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടോ നശിപ്പിച്ചോ ആകരുത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ തൽക്കാലം ഞങ്ങളുടെ പ്രതിഷേധ സൂചകമായിട്ട് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യാണ്. NHന്റെ ആൾക്കാർ അധികൃതർ ഇവിടെ വന്ന് ഈ ഒരു വെള്ളം, പടിഞ്ഞാറ് സൈഡിലുള്ള വെള്ളം കിഴക്കേ ഭാഗത്തേക്ക് അവരെങ്ങനെയെങ്കിലും അത് ഒഴുക്കി വിടാതെ ഞങ്ങൾ ഇതിൽ നിന്ന് ബാക്ക് അടിക്കില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും. റോഡ് വികസനം വേണം, എന്നാൽ അത് മറ്റുള്ളവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുകൊണ്ടാകരുത്. കടപ്പുറം വലിയ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അധികൃതർ അടിയന്തരമായി നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.